നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഉത്സവകാല വിപണിയിൽ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി കർശനമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMS പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് നടന്നു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വികസന വേദി 31-ന് പടന്നക്കാട് ഏജു ഫെസ്റ്റ് ഒരുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ഖാദി ബോർഡിന്റെ പദ്ധതി. തച്ചങ്ങാട് നൂൽനൂൽപ്പ് കേന്ദ്രം തുടങ്ങി. രാവണീശ്വരം കളരിക്കൽ മുളവന്നൂർ ഭൗതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ദിന ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. മാതൃസമിതിയുടെ തിരുവാതിര ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ 31-ന് കരിയർ ഗൈഡൻസ് ക്ലാസും ഏജു ഫെസ്റ്റും സംഘടിപ്പിക്കും. പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത പഠനത്തിലുള്ള വിവിധ സാധ്യതകളെക്കുറിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധമുണ്ടാക്കുന്നതിനും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിനുമാണ് വേദി ലക്ഷ്യമിടുന്നത്. എഡ്യൂഫെസ്റ്റിൽ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഒരുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ SSLC കോഴ്സ് കഴിയുകയും +2 കഴിയുകയും ചെയ്ത കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ളത്, ആ കോഴ്സുകൾ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഉള്ളത്, ആ സ്ഥാപനങ്ങളുടെ മുഖപരിചയം എന്താണ് എന്നതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും രക്ഷാകർത്താക്കൾക്കും വേണ്ട വിധത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു കാരിയർ ഗൈഡൻസ് ക്ലാസ്, ആ കാരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ എന്നല്ല തെക്കേ ഇന്ത്യയിൽ തന്നെ ഈ കാരിയർ ഗൈഡൻസിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള കോളംനിസ്റ്റും കാരിയർ ഗൈഡൻസ് എക്സ്പെർട്ടുമായിട്ടുള്ള ഡോക്ടർ DP സേതുമാധവനാണ്. പടന്നക്കാട് നെഹ്റു കോളേജിൽ വെച്ച് നടക്കുന്ന എഡ്യൂഫെസ്റ്റിൽ കേന്ദ്ര സർവകലാശാല, കണ്ണൂർ സർവകലാശാല ക്യാമ്പസുകൾ, കാർഷിക കോളേജ്, സെഞ്ചുറി ഡെന്റൽ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ സ്റ്റാളുകൾ അണിനിരക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ KP ജയരാജൻ, K രാമനാഥൻ, ഡോക്ടർ മുരളീധരൻ, പ്രൊഫസർ V കുര്യൻ, ഡോക്ടർ ശ്രീബാലൻ, ഫാറൂഖ് അസ്മി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട് ചുമട്ടുതൊഴിലാളികൾ മാർച്ച് നടത്തി. ചുമട്ടുതൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തുക, ക്ഷേമനിധി പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമ ബോർഡിലെ തൊഴിലാളികൾക്ക് 20% ബോണസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം പ്രക്ഷോഭം തുടങ്ങുന്നത്. പുതിയ കോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. പ്രകടനത്തിന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി VB സത്യനാഥൻ, P വേണുഗോപാലൻ, G രവി, സദാശിവ മുള്ളേരിയ, ഭാസ്കരൻ ചെമ്പിലോട്, രാജൻ പീലിക്കോട് എന്നിവർ നേതൃത്വമേകി. തുടർന്ന് നടന്ന പൊതുയോഗം BMS ജില്ലാ പ്രസിഡന്റ് VB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അത് നേടിയെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി മറ്റെല്ലാ തൊഴിലാളി സംഘടനയെക്കാളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം. ചുമട്ടുതൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികർ സൂചിപ്പിച്ചു. K വസന്ത അധ്യക്ഷനായി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് T കൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ, KS ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവകാല വിപണിയിലെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു.
വിവിധ സപ്ലൈകോ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്റ്റേറ്റായി നമ്മൾ മാറിയിരിക്കുന്നു. വിപണിയിലെ വിലയെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ ഉത്പാദനം എത്രമാത്രമാണ് എന്ന ഒരു സ്വയം വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ 15% താഴെ കേരളത്തിന്റെ ആവശ്യത്തിന് ഉത്പാദനം ഇവിടെ നടക്കുമ്പോൾ മറ്റത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് പ്രൊവിഷൻസിനായിട്ടും പച്ചക്കറികൾക്കായിട്ടും മീറ്റ് പ്രൊഡക്ട്സിനായിട്ടും ഇതിന് പാലിനും കോഴിമുട്ടയ്ക്കായിട്ടും പോലും നമ്മൾ ആശ്രയിക്കുന്ന സാഹചര്യത്തിലേക്ക് സ്വയം പര്യാപ്ത കേന്ദ്രത്തെ പടുത്തുയർത്തുക എന്നത് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഇപ്പൊ ക്ഷീരോത്പാദന മേഖലയിൽ പോലെ ഏറെ വർദ്ധിതമായ സാഹചര്യം നമുക്ക് ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെൽഫ് സഫിഷ്യന്റ് ക്ഷീരമേഖലയിൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുവാൻ കഴിഞ്ഞാൽ പച്ചക്കറി വിപണിയിൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുവാൻ കഴിയും. ഇത്തരത്തിലുള്ള സ്വയം പര്യാപ്തതയാണ് വിലക്കയറ്റത്തിനുള്ള ശാശ്വതമായ പരിഹാരം. വില നിയന്ത്രണത്തിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കും. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ നടപടി സ്വീകരിക്കും. 60 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി 1 രൂപയ്ക്ക് അരി നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു വരികയാണ്. വിപണി വിലയ്ക്ക് ആനുപാതികമായി സപ്ലൈകോയിൽ വില കൂട്ടില്ല. അത്തരത്തിലുള്ള വാർത്തകൾ വാസ്തവവിരുദ്ധമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നീലേശ്വരത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. നീലേശ്വരം നഗരസഭാ കൗൺസിലർ ഇ ദാക്ഷായണി ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ ഇ ഷജീർ, രാഷ്ട്രീയ നേതാക്കളായ പി രാമചന്ദ്രൻ, കരുവക്കാൽ ദാമോദരൻ, എബ്രഹാം തോണക്കര, എം സിനാർ, വി ഗോവിന്ദൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ, പി വിജയകുമാർ, സുരേഷ് പുതിയടത്ത്, കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ, പ്രമോദ് കരുവളം, എ വിനോദ് കുമാർ, വി ഉദയകുമാർ, പി കെ ബാലകൃഷ്ണൻ, കെ നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റിയുടെയും വാർഷിക മഹാസഭയും കുടുംബസംഗമവും വിവിധ കലാപരിപാടികളോടെ നടന്നു. കുഞ്ചത്തൂരിലെ സുരേഷിന്റെ കുടുംബത്തിന് ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. സാംസ്കാരിക സദസ്സിൽ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കൊല ചെയ്യപ്പെട്ട കുഞ്ചത്തൂരിലെ സുരേഷിന്റെ കുടുംബത്തിനുള്ള ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. സംഗമത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയവും വിതരണം ചെയ്തു. മഞ്ചേശ്വരം വ്യാപാരി ഏകോപന സമിതി പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. BM മുഹമ്മദ്, ജോസ് കെ തയ്യിൽ, സംഗമയിൽ സതീഷ് അടപ്പ, റഫീഖ്, കുമ്പളെ ഹമീദ്, കൃഷ്ണ ഷെട്ടി, കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ പള്ളിക്കര പഞ്ചായത്തിൽ ഉൽപാദന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. തച്ചങ്ങാട് പ്രിയദർശിനി ക്ലബ് സൗജന്യമായി വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കേരള സർക്കാരിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമീണ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തച്ചങ്ങാട് ആരംഭിച്ച ഖാദി നൂൽപ്പ് കേന്ദ്രം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ഖാദിയെ സ്നേഹിക്കുന്നവരും രാജ്യത്തെ സ്നേഹിക്കുന്നവരും പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരുമായ ഒരു പാറ്റം ആൾക്കാർ ഉയർന്നു വരുമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ അത് ഏറ്റവും വലിയ ഉപകരണമായിരിക്കും. മഹാത്മാഗാന്ധി ഈ മഹത്തായ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഗൗരി, ജനപ്രതിനിധികളായ അജയൻ പനയാൽ, KA ബക്കർ, ആമു ഹാജി, K അനന്തൻ, M കരുണാകരൻ, T ഗംഗാധരൻ, VV കൃഷ്ണൻ, സാജിദ് മൗൽ തുടങ്ങിയവർ സംസാരിച്ചു. KV ഗിരീഷ് കുമാർ സ്വാഗതവും MM രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു.
കൊട്ടിലങ്ങാട് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും ധനസഹായ വിതരണവും 31-ന് നടക്കും. കൊട്ടിലങ്ങാട് റഹ്മാനിയ ഗ്രൗണ്ടിൽ വെച്ച് ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്താരി രാവണേശ്വരം മേഖലകൾ പ്രവർത്തന പരിധിയായി നിശ്ചയിച്ചുകൊണ്ടാണ് കൊട്ടിലങ്ങാട് നന്മ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യ ധനസഹായ വിതരണം 31-ന് നടക്കും. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ധനസഹായ വിതരണം നിർവഹിക്കും. ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിക്കും. അതിന്റെ ഉദ്ഘാടനം ഈ 31-ന് ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട ഇ ചന്ദ്രശേഖരൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ഞങ്ങൾ പ്രദേശത്തെയും ഞങ്ങളുടെ ഇതിൻ്റെ പ്രവർത്തന പരിധി ചിത്താരി രാവണേശ്വരം മേഖലയിലാണ്. അതോടൊപ്പം ജില്ലയിലെ ഏറ്റവും നിർദ്ധരായ ആളുകളെ കണ്ടെത്തി അവരെ കൂടി സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളായ മജീദ് കൊട്ടിലങ്ങാട്, കെ നാസർ, അബ്ദുൾ റഹ്മാൻ, കെ ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക തൊഴിലാളികൾ ചെറുവത്തൂർ കൊടക്കാട് വെള്ളച്ചാലിലെ സ്വകാര്യ വ്യക്തിയുടെ വയലിൽ കൊടികുത്തി. ചെമ്മണ്ണുപയോഗിച്ച് നെൽവയൽ നികത്തിയതിലായിരുന്നു പ്രതിഷേധം. ASKTU കൊടക്കാട് 1 വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെൽവയൽ നികത്തിയതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ വെള്ളച്ചാൽ പുത്തുരോട്ട് റോഡിന് സമീപം മണ്ണിട്ട് നികത്തിയ വയലിൽ കൊടികുത്തി. തുടർന്ന് വെള്ളച്ചാൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. ധർണ CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഉള്ള വയലുകളൊക്കെ തന്നെ നികത്തുക, ആ വയലുകളൊക്കെ തന്നെ നികത്തി അവിടെ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ തന്നെ ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 8 ലക്ഷം ഹെക്ടർ നെൽവയൽ ഈ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലത്തിനകത്ത് ഒരു 8 ലക്ഷം ഹെക്ടർ നെൽവയൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു 2.5 ലക്ഷം ഹെക്ടർ ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയൊക്കെ പൂർണ്ണമായിട്ടും പല നിലയിലും നികത്തി കര വിളകൾ അല്ലെങ്കിൽ മറ്റ് നാണ്യവിളകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഫ്ലാറ്റുകളോ കെട്ടിടങ്ങളോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വൻകിട കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വൻകിട ഭൂമാഫിയകൾ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. TP രാഘവൻ അധ്യക്ഷത വഹിച്ചു. M കുഞ്ഞിരാമൻ മാസ്റ്റർ, കൊടക്കാട് രാഘവൻ, PP സുകുമാരൻ, K അനിത തുടങ്ങിയവർ സംസാരിച്ചു. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭൗതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ദിന ഉത്സവത്തിന് സമാപനം. ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ 101 പേരുടെ തിരുവാതിര അരങ്ങേറി. രാവണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാദിന ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര അരങ്ങേറി. 101 പേർ ചുവടുവെച്ച തിരുവാതിര ശ്രദ്ധേയമായി. രാജേശ്വരി മഠത്തിലെ ശിഖരകലശാഭിഷേകം ഭക്തിയുടെ നിറവിൽ നടന്നു. ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിലെ ഈ വർഷത്തെ ശിഖരകലശാഭിഷേകം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ മുഖ്യരക്ഷാധികാരി അച്യുതന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച കോട്ടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ K ജുവരയ്ക്ക് അനുമോദനം. ഈ നേട്ടം കരസ്ഥമാക്കിയ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഏക വിദ്യാർത്ഥിനിയാണ് ജുവൈരിയ. കോട്ടപ്പുറം CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ജുവൈരിയ. നീലേശ്വരം മേഖല MSF, SYS, SKSSF എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. കോട്ടപ്പുറം മുദരിസ് അബൂബക്കർ മദനി ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിന്റെ പുതിയ തലമുറ അൽഹംദുലില്ലാഹ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരഗതമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. ഈ കുട്ടി ഉന്നതമായ വിജയം വരിച്ചത് പത്രത്തിലൂടെ വായിച്ചപ്പോൾ ആദ്യം അത് നീലേശ്വരം എന്ന് പറഞ്ഞപ്പോൾ വായിക്കാൻ ആവേശമായി. ഹെഡിങ് കണ്ടപ്പോൾ എല്ലാ വിഷയത്തിലും A+ നേടിയെന്ന് കണ്ടപ്പോൾ സന്തോഷത്തോടെ വായിച്ചു. വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും
എല്ലാ സമുദായത്തിലെ കുട്ടികളും പഠിക്കുന്ന അവർ നേടുന്ന ഉന്നതമായ വിജയങ്ങൾ വളരെ ആവേശപൂർവ്വം വായിക്കുന്ന ആളാണ് ഞാൻ, അതുപോലെ എന്നെ പോലെയുള്ളവരും. നീലേശ്വരം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആവേശത്തോടെ വായിച്ചു. കോട്ടപ്പുറം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൂടി. അതുതന്നെ നമ്മുടെ കമാലുദ്ദീൻ സാഹിബിന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വിളിച്ചൊന്ന് അഭിനന്ദനം അറിയിക്കണമെന്നുണ്ടായിരുന്നു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മാണിയൂർ ഉപഹാരം സമ്മാനിച്ചു. B അബ്ദുള്ള ഹാജി അധ്യക്ഷനായി. EM കുട്ടി ഹാജി, E ഷജീർ, NP മുഹമ്മദ് കുഞ്ഞി ഹാജി, പുഴക്കര റഹീം, MP സൈനുദ്ദീൻ, മുഹമ്മദ് അലി പടന്ന, സുലൈമാൻ മൗലവി, അബൂബക്കർ കടിഞ്ഞുമൂല, റംസാൻ ചിറപ്പുറം, PC മുദരിക്കത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഉത്സവകാല വിപണിയിൽ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി കർശനമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസൂർ സംഘ് BMS പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് നടന്നു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വികസന വേദി 31-ന് പടന്നക്കാട് ഏജു ഫെസ്റ്റ് ഒരുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ഖാദി ബോർഡിന്റെ പദ്ധതി. തച്ചങ്ങാട് നൂൽനൂൽപ്പ് കേന്ദ്രം തുടങ്ങി. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭൗതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാദിന ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. മാതൃസമിതിയുടെ തിരുവാതിര ശ്രദ്ധേയമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.